എല്ലാവർക്കും നമസ്കാരം. നവരാത്രിയുടെ 6ാമത്തെ ദിവസമായ ഇന്ന് ദേവിയെ കാത്യായനി ദേവിയായിട്ടാണ് ഈ 6 ദിവസവും ഈ പരിപാടി വളരെ മനോഹരമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നറിയാൻ ന്യൂസ് കേരള ചാനലിലാണ്. ആ ചാനലിന് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഓരോ ദിവസവും പറയുന്ന എപ്പിസോഡിലെ പ്രധാന കഥാവസ്തു നിങ്ങൾക്ക് ചോദ്യരൂപത്തിൽ ഇന്നറിയാൻ ന്യൂസ് കേരള നൽകുന്നതായിരിക്കും. ആ ചോദ്യത്തിന് ശരിയായ ഉത്തരം നൽകുന്നവർക്ക് നല്ല സമ്മാനങ്ങളും ഉണ്ടായിരിക്കും എന്നറിയിച്ചുകൊണ്ട് 6ാമത്തെ ദിവസത്തിലേക്ക് നമുക്ക് കടക്കാം. കാത്യായന ഋഷി പരാശക്തിയായ ദേവിയെ മകളായിട്ട് സ്വീകരിച്ചത് കൊണ്ടാണ് 6ാമത്തെ ദിവസം ദേവി ചന്ദ്രഹാസോജ്വലവലകരാം ശാരദ ദുലവരസാഹനാം വാഹനാം കാത്യായനി ശുഭം ദദ്യാം ദേവി ദാനവഘാതിനി. അസുരന്മാരെ കൊന്നവളെ ദാനവഘാതിനി. ചന്ദ്രഹാസോജ്വലം, ചന്ദ്രഹാസം പോലുള്ള ഉജ്ജ്വലമായ ആയുധം വലകര വലത്ത് കയ്യിലുണ്ട്. ശാരദദൂലവര വാഹനാം കാത്യായനി ശുഭം ദദ്യാം ദേവി ദാനവഘാതിനി എന്നാണ്. ഈ മന്ത്രമാണ് ഈ ദിവസം നമ്മളെല്ലാവരും അനുവർത്തിക്കേണ്ടത്, ചൊല്ലേണ്ടത്. ദേവി, ഈ ദേവത വിഷാണുക്കളെ ഇല്ലാതാക്കുന്ന ദേവതയാണ്. നമ്മൾ ഓരോ 5 ദിവസം വരെ ഓരോരോ ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത് ഉപാസിച്ചാൽ. ശരീരം മാത്രം പോലെ, മനസ്സ് മാത്രം പോലെ, ചിന്ത മാത്രം പോലെ, അന്തരീക്ഷം മുഴുവൻ പല രീതിയിലുള്ള, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമുക്കറിയാലോ, പല രോഗാണുക്കളും നിറഞ്ഞു നിൽക്കുന്ന ചുറ്റുപാടിൽ കാത്യായനി പൂജ ആ സകല ദുരിത ദുഃഖങ്ങളിൽ നിന്നും വിഷാണുക്കളിൽ നിന്നും മോചനം നൽകുന്നു എന്നാണ് പറയുക. ദേവിക്ക് നീലാംബരി രാഗം വളരെ ഇഷ്ടമാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. ദേവിയെ ഉമാ, കാത്യായനി, ഗൗരി, കാളി, ഹേമവതി, ഈശ്വരി, ഈ 6 പേരുകളിൽ അറിയപ്പെടുന്നു. ലളിതാ സഹസ്രനാമത്തിലെ 897ാമത്തെ മന്ത്രമുണ്ട്, കുളരൂപിണി. 725ാമതൊരു മന്ത്രമുണ്ട്, കൗളിനി. ഈ കുളം കൗലമാണ്, കൗലാചാരം എന്ന് പറയും. ഇത് പല രീതിയിലും വ്യാഖ്യാനിക്കും. എന്ന് കേട്ടാൽ ലഹരിയുടെ കള്ള് ദേവിക്ക് പൂജിക്കാൻ കൊടുക്കും. മാംസം, ജീവികളുടെ, കോഴിയുടെയൊക്കെ മാംസം നിവേദിക്കും. മത്സ്യം നേദിക്കാൻ വെക്കും. മുദ്ര എന്ന് പറയുമ്പോൾ കൈ കൊണ്ടുള്ള ഈശ്വരനെ ബന്ധിപ്പിക്കാനുള്ള മുദ്രകൾ കൊടുക്കും. മൈഥുനം, ലൈംഗികമായ കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ഇതല്ല കുളരൂപിണി എന്ന കൗലാചാര സമ്പ്രദായത്തിൽ. എന്താണ് മദ്യം? സാധാരണക്കാരൻ്റെ മദ്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അസാധാരണമായ മദ്യം നമ്മുടെ ശരീരത്തിലുണ്ട്. അത് സഹസ്രാര പത്മത്തിൽ നിന്ന്, കുണ്ഡലിനിയിൽ നിന്നുയർന്ന, മൂലാധാരത്തിൽ നിന്നുയർന്ന ആ ശിവശക്തി എന്ന് പറയുന്ന ശക്തി 6 ചക്രങ്ങൾ കടന്ന് സഹസ്രതലത്തിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധകനുണ്ടാകുന്ന പരമാനന്ദത്തിൻ്റെ ആ സഹസ്രാരത്തിൽ നിന്ന് ഒരു അനുഭൂതി ഒഴുകി വരും. അത് ലഹരിയാണ്. ആ ലഹരിയാണ് മദ്യം എന്ന് പറയുന്നത്, അല്ലാണ്ട് കള്ളിനെയല്ല. 2ാമത്തെ മാംസം. ഈ മാംസം സാധാരണ ഇറച്ചിയല്ല. അത് നമ്മൾ ഒരു ദേവിയുടെ പല സങ്കല്പങ്ങളിൽ സ്വന്തം തലയറുത്ത് ഛന്ന മാതാ സങ്കല്പം കാണാം. ഒരു കൈ കൊണ്ട് മുടി പിടിച്ച് മറ്റു കൈ കൊണ്ട് തലയറുത്തിട്ട്
സ്വന്തം തല അറക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? ആ ചോര, ആ തലയിൽ നിന്ന് താഴെ വീഴുന്ന ചോര മറ്റൊരു കൈകൊണ്ട് കുടിക്കുന്ന സങ്കല്പം ഭീകരമാണ് കണ്ടാൽ. പക്ഷെ അതിൻ്റെ തത്വം വളരെ വലുതാണ്. തല അറക്കുക എന്ന് പറയുമ്പോൾ തലയാണ് എല്ലാറ്റിൻ്റെയും പ്രഭവകേന്ദ്രം. ഞാൻ എന്നുള്ള അഹം ബോധം നമുക്കുണ്ടാക്കുന്നത് ആ തലയിലാണ്. ആ ഞാൻ എന്ന ഭാവത്തെ അരിയുകയാണ് ഈ തത്വത്തിൻ്റെ അർത്ഥം. അല്ലാണ്ട് സ്വന്തം തല അറക്ക. അതാണ് ഇവിടെ മാംസം. ഇത്തരം മനോകാമനകളെ, ഇത് ഒരു മായാമൃഗമാണ്. ആ അഹംബോധമാകുന്ന മൃഗത്തെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് മുറിക്കുകയാണ് മാംസനിവേദനത്തിൻ്റെ താത്വികമായ പഞ്ചമകാര പൂജയുടെ തത്വം. അതേപോലെ മത്സ്യമോ, മൂലാധാരത്തിൽ നിന്ന് ശക്തി മുകളിലോട്ട് പോകുന്നത് പാമ്പ്, ആടുപാമ്പേ പുനം തേടുപാമ്പേ എന്ന കുണ്ടലിനി പാട്ടിൽ പറഞ്ഞതുപോലെ നേരെയല്ല. ഇടാ പിങ്കള നാടുകളിലൂടെ അങ്ങനെ വളഞ്ഞു പുളഞ്ഞാണ് പോകുന്നത്. അതൊരു മത്സ്യം പോകുന്നത് പോലെയാണ്. അപ്പോൾ ഒരു മത്സ്യത്തിൻ്റെ സഞ്ചാരപഥം പോലെ ഇടാ പിങ്കള നാടികൾ കൂടി എൻ്റെ പ്രാണനെ ഉപാസിക്കുന്നതാണ് മത്സ്യോപാസന, മത്സ്യപൂജയുടെ താന്ത്രികമായ വശം. മുദ്രയോ ദുർജന സംസർഗം വിട്ട് ഉപേക്ഷിച്ചിട്ട് സജ്ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ചിന്മുദ്ര ഉൾപ്പെടെയുള്ള മുദ്രകൾ, അതാണ് മുദ്ര എന്ന തത്വം. മൈഥുനമോ, അത് രതി ഒരു ലഹരിയാണ്. ലൈംഗികമായ ബന്ധം വേണമെന്നില്ല ലൈംഗികാനുഭവം ഉണ്ടാവാൻ. ഇത് എലികളിലൊക്കെ പരീക്ഷണം നടത്തിയപ്പോൾ തലച്ചോറിൽ ലൈംഗികതയുടെ കേന്ദ്രത്തിൽ ചില ഉദ്ദീപനങ്ങൾ ശാസ്ത്രജ്ഞന്മാർ നടത്തിയപ്പോൾ ആ അനുഭവം എലികൾ പ്രാണൻ സുഷുമ്നയിൽ പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു അനുഭവമാണ്. ഇത്തരം നിഗൂഢമായ സമ്പ്രദായങ്ങളൊക്കെ താന്ത്രിക വിദ്യയിലുണ്ട്. കാത്യായനി ദേവി ഈ സങ്കല്പങ്ങളുടെയൊക്കെ അധിദേവതയായിട്ട്, സിംഹവാഹനിയായിട്ട് 4 കൈകൾ ധരിച്ച്, കഥകൾ പറയുന്നത് ഗോപികമാർ കൃഷ്ണനെ ലഭിക്കാൻ കാത്യായനി വ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ്. ഈ ദേവി വസൂരിയെ അകറ്റുന്ന ശീതളാദേവിയാണ്. നേരത്തെ പറഞ്ഞില്ലേ, വിഷാണുക്കളെ ഇല്ലാതാക്കുന്ന. അപ്പൊ വസൂരി പോലുള്ള മാരക രോഗാണുക്കളെ ഇല്ലാതാക്കുന്ന, ആയുരാരോഗ്യം തരുന്ന, കാളിക പുരാണത്തിൽ ജഗന്നാഥൻ ഇരിപ്പിടമായിരിക്കുന്നവൾ എന്നൊരു സങ്കല്പത്തിൽ പൂജിക്കുന്നുണ്ട്. തെക്കേറ്റത്ത് കന്യാകുമാരി ദേവി കാത്യായനി ഭാവത്തിലാണ്. തമിഴകത്തിലെ തൈപ്പൊങ്ക തമിഴ്നാട്ടിൽ വലിയൊരു ആഘോഷമാണ്. കോട്ടയം കുമാരനല്ലൂരിലെ പ്രതിഷ്ഠ കുമാരനല്ലൂർ കാത്യായനിയാണ്. ആലപ്പുഴയിലും ചേർത്തല ഭഗവതിയും കാത്യായനിയാണ്. സമ്പൽ സമൃദ്ധിയും തരുന്ന കാത്യായന ഋഷി ആ പരാശക്തിയെ മകളായി ഉപാസനത്തിൽ 6ാമത്തെ ദിവസമായി ഇന്ന് കാത്യായനി ദേവിയെ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.